UDFിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച മുഴുവൻ വോട്ടർമാർക്കും നന്ദിയെന്നും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മിന്നും ജയം നേടാനുള്ള ആവേശമാണ് നിലമ്പൂർ ജനത നൽകിയതെന്നും KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. PV അൻവറിന്റെ സ്വാധീനം ഉൾക്കൊള്ളുന്നുവെന്നും അൻവറിന്റെ മുന്നണി പ്രവേശന കാര്യം UDF പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും KPCC പ്രസിഡന്റ് കണ്ണൂരിൽ പറഞ്ഞു. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചത്. UDF ആദ്യം മുതൽ തന്നെ ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു ജനവിധിയാണ്. നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിൽ പോകുന്നത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടി പൊതുവിലാണ് എന്നതായിരുന്നു ഞങ്ങളുടെ സന്ദേശം. ആ സന്ദേശം നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൃത്യമായി ഏറ്റെടുത്തു. കേരള സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്ത് ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ ശക്തമായൊരു വിധിയെഴുത്താണ് നിലമ്പൂർ ജനത നൽകിയത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗശല്യം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ച് അധിക്ഷേപിച്ചത്, ഗവൺമെൻറ്റിൻ്റെ അഴിമതി, ഇതെല്ലാം തന്നെയാണ് ഞങ്ങൾ ഉയർത്തിയത്. ഇന്ന് ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ പുച്ഛിച്ച് തള്ളുന്നത്, എന്നാൽ മറ്റ് പ്രബല വിഭാഗങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങൾ വർദ്ധിച്ച് PSC ചെയർമാൻ്റെയും മെമ്പർമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത്, മുഖ്യമന്ത്രിയുടെ PR ഏജൻസിക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകിയത്, ഇതെല്ലാം തന്നെയാണ് നിലമ്പൂരിൽ ഞങ്ങൾ ഉയർത്തിയത്. വന്യമൃഗ അക്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ വലിയ കെടുതികൾ, അതിനെ വനമന്ത്രി അവഗണനയോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി, കാർഷിക മേഖല ഞാൻ ആദ്യമേ പറഞ്ഞു, യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഇതെല്ലാം അവിടെ ചർച്ച ചെയ്തു. അതിനെല്ലാം ജനങ്ങൾ UDF ഉയർത്തിയ പ്രതിഷേധത്തിൻ്റെ സ്വരം ഈ സർക്കാരിനെതിരെ ആഞ്ഞു വീശുന്നതിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. UDFിൻ്റെ സംസ്ഥാന നേതൃത്വം, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം, മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളും, അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, മറ്റ് ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, UDF നേതാക്കന്മാർ എല്ലാവരും ചേർന്ന്, പ്രവർത്തകരെല്ലാവരും ചേർന്നുള്ള ടീം വർക്കിൻ്റെ ഫലമാണ്, ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷം 10,000-നും 15,000-നും ഇടയിലായിരിക്കുമെന്ന് പറഞ്ഞു. അതേതാണ്ട് കൃത്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ വോട്ടർമാർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.